Hello everyone, hope you are all doing well. Welcome back to a new video. Today we'll be discussing the topic Status of English after Independence in India. This topic comes under the paper ELT in MAS4. So കഴിഞ്ഞ വീഡിയോസിലെല്ലാം നമ്മൾ ഇൻഡിപെൻഡൻസിന് മുമ്പ് എങ്ങനെയായിരുന്നു ഇംഗ്ലീഷ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്, ഇന്ത്യയിൽ എങ്ങനെയാണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ് എന്ന് പറയുന്നത് ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്നും അതിൻ്റെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറായിട്ടുള്ള മക്കോളേസ് മിനിറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻഡിപെൻഡൻസിന് ശേഷം എങ്ങനെയാണ് ഇംഗ്ലീഷ് ഇപ്പോഴും ഇവിടെ നിലനിൽക്കുന്നത്, എന്തൊക്കെ ഫാക്ടേഴ്സാണ് അതിന് കാരണമെന്നാണ്. അപ്പോൾ ഇതിന് മുമ്പുള്ള വീഡിയോസിൽ പറഞ്ഞതുപോലെ തന്നെ ട്രേഡുമായിട്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇവിടെ വരുന്നുണ്ട്. അങ്ങനെയാണ് ബ്രിട്ടീഷ് കൊളോണിയലിസം ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. തുടക്കത്തിൽ ഇംഗ്ലീഷ് ഇവിടെ അത്രയും ഒരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഒരു പ്രയോറിറ്റി ആയി മാറിയ ഒരു അവസ്ഥയല്ലായിരുന്നു. കാരണം തുടക്കത്തിൽ കോളനൈസേഴ്സ് വിചാരിച്ചിരുന്നത് ഇന്ത്യൻസിനെ ഇന്ത്യൻ ലാംഗ്വേജസിലൂടെ തന്നെ കൺട്രോൾ ചെയ്യാമെന്നായിരുന്നു. പക്ഷെ പിന്നീട് അവർക്ക് മനസ്സിലായി അനേകായിരം ഇന്ത്യൻ ലാംഗ്വേജസ് ഇവിടെ ഉണ്ട് ഈ ഒരു രാജ്യത്ത്. അതെല്ലാം പഠിക്കുന്നതിനെക്കാട്ടിലും എളുപ്പമാണ് ഇംഗ്ലീഷ് എന്ന ഒറ്റൊരു ഭാഷ, ബ്രിട്ടീഷുകാരുടെ ഭാഷ ഇവിടെ ഇന്ത്യൻസിനെ പഠിപ്പിക്കുകയും ആ ഒരു ഭാഷയിലൂടെ ഒരു ആധിപത്യം സ്ഥാപിക്കുന്നതും അതാണ് കുറച്ചും കൂടി എളുപ്പമായിട്ടുള്ളൊരു മാർഗ്ഗമെന്ന് അവർക്ക് മനസ്സിലായി. അങ്ങനെ അവർ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അതിനൊരു വലിയൊരു ഫാക്ടറായിട്ട് വരുന്നതാണ് മക്കോളേസ് മിനിറ്റ്. അതിലൂടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് അത്രയും മാത്രം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു സബ്ജക്റ്റായിട്ട് ഇവിടെ വരുന്നുണ്ട്. മാത്രമല്ല അതിലൂടെ ഇംഗ്ലീഷിന് മാത്രം കിട്ടുന്ന ഒരു സുപ്പീരിയോറിറ്റി കൂടി നമുക്ക് കാണാൻ പറ്റും. കാരണം ഇംഗ്ലീഷ് ലാംഗ്വേജ് അറിയാവുന്ന ഇന്ത്യൻസിന് അവർ ജോലി കൊടുക്കുന്നു, ഗവൺമെൻറ്റിൽ തന്നെ ജോലി കൊടുക്കുന്നുണ്ട്, അങ്ങനത്തെ പല പ്രിവിലേജസും കൊടുക്കുന്നുണ്ട്. അതേസമയം ഇംഗ്ലീഷ് ലാംഗ്വേജ് അറിയാത്തവർക്ക് ആ ഒരു ഒരു പോവേർട്ടി തന്നെ അവർ നിന്നു പോകുന്നു. അങ്ങനത്തെ രീതിയിൽ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഒരു ഫാഷനബിൾ ലാംഗ്വേജ് അല്ലെങ്കിൽ ഒരു ഫാഷനബിൾ ആയിട്ടൊരു ഫാക്ടറായിട്ട് തന്നെ മാറുന്നുണ്ട്. ആർക്കാണോ ഇംഗ്ലീഷ് അറിയാവുന്നത് അവർക്ക് പ്രത്യേക ഒരു പരിഗണനയാണ് കൊടുക്കുന്നത്. ആ ഒരു പരിഗണന ഇപ്പോഴും നമ്മുടെ സൊസൈറ്റിയിൽ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോഴും ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഫ്ലുവൻ്റ് ആയിട്ടൊരു ആൾക്കാരെ നമ്മൾ വളരെ ഒരു മതിപ്പോടെയാണ് കാണുന്നത്. അതേസമയം ഇംഗ്ലീഷ് അത്രയ്ക്ക് പറയാൻ ഒരു ബുദ്ധിമുട്ടുള്ള ആൾക്കാരെ നമ്മൾ പലപ്പോഴും ആ ഒരു ഇൻഫീരിയറായിട്ട് കാണാറുണ്ട്, അല്ലെങ്കിൽ ഒരു രീതിയിൽ കളിയാക്കാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ രീതിയിൽ ഒരു സുപ്പീരിയോറിറ്റി ഇപ്പോഴും ഇംഗ്ലീഷ് ലാംഗ്വേജിന് കിട്ടുന്നുണ്ട്. അത് അന്നത്തെ കാലത്ത് തന്നെ ഒരു ബ്രിട്ടീഷ് ഇന്ത്യ സമയത്ത് തന്നെ ഈ ഒരു ഒരു ഐറണി ഉണ്ടായിരുന്നു, ഈ ഒരു ഡിവിഷൻ ഇവിടെ ഉണ്ടായിരുന്നു. മാത്രമല്ല ഇലൈറ്റ് ആയിട്ടുള്ള കുറച്ച് ഹൈ ക്ലാസ് ആയിരുന്നുള്ള ഇന്ത്യൻസ് അവരുടെ മക്കളെ ഇംഗ്ലണ്ടിൽ വരെ വിട്ട് പഠിപ്പിക്കുകയായിരുന്നു ഈ ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജും. അതിലൂടെ തന്നെ ആ ഒരു വെസ്റ്റേൺ ലൈഫ് സ്റ്റൈലും എല്ലാം തന്നെ. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം വെസ്റ്റേൺ കൾച്ചർ, അവരുടെ ലൈഫ് സ്റ്റൈൽ ആണ് ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്നത് എന്നുള്ളൊരു സ്റ്റീരിയോ ടൈപ്പ് അവിടെ ഉണ്ടായി വന്നു. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഇംഗ്ലീഷ് ഇവിടെ അത്രമാത്രം പോപ്പുലർ ആവാനും കാരണം. അപ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇൻട്രൊഡക്ഷനിലൂടെ തന്നെ അത് ഏറ്റവും കൂടുതൽ ബാധിച്ചത് ഇവിടുത്തെ റീജിയണൽ ലാംഗ്വേജസിനെയാണ്. കാരണം സ്കൂളുകളിൽ 2 സബ്ജക്ട്സാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്, ഇംഗ്ലീഷും അതുപോലെ തന്നെ ആ ഒരു വെർണാക്കുലർ അല്ലെങ്കിൽ ഒരു റീജിയണൽ ലാംഗ്വേജും. പക്ഷെ പതിയെ തന്നെ ഇംഗ്ലീഷിന് മാത്രം ഒരു കൺസിഡറേഷൻ കിട്ടിത്തുടങ്ങി. അതായത് ഗവൺമെൻറ്റിൻ്റെ ഫണ്ടെല്ലാം തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ്ങിന് മാത്രം ഉപയോഗിച്ചാൽ മതി. അതുപോലെ തന്നെ ഓറിയൻ്റൽ അല്ലെങ്കിൽ റീജിയണൽ വർക്ക്സിന് യാതൊരുവിധ ഫണ്ടും കൊടുക്കണ്ട എന്നുള്ള രീതിയിലുള്ള പല റൂൾസും വരികയും ഇതിലൂടെ തന്നെ ഇംഗ്ലീഷ് അധികം പോപ്പുലർ ആവുകയും റീജിയണൽ ലാംഗ്വേജ് അത്രത്തോളം തന്നെ അധംപതിക്കുകയും ചെയ്തു. അങ്ങനെ ഇംഗ്ലീഷാണ് അവിടുത്തെ ഒരു ഇന്ത്യയുടെ ഒരു ലാംഗ്വേജായി തന്നെ മാറി. എല്ലാ ഗ്യാതറിങ്സിലും എല്ലാ അറേഞ്ച്മെൻറ്റ്സിലും എല്ലാം തന്നെ ഇംഗ്ലീഷ് സംസാരിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അത് വളരെയധികം ഒരു റിക്വയർമെൻ്റായി മാറി. അതാണ് ഇൻഡിപെൻഡൻസിന് മുമ്പേ ഉള്ള ഒരു സ്ഥിതി എന്ന് പറയുന്നത്. ഇൻഡിപെൻഡൻസിന് ശേഷവും ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഏത് ഭാഷയാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യേണ്ടത്, ഒരു നാഷണൽ ലാംഗ്വേജ് വേണമോ, ഉണ്ടെങ്കിൽ തന്നെ ഏത് ലാംഗ്വേജ് വേണം നാഷണൽ ലാംഗ്വേജ് ആക്കാൻ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ, ഒരു ലാംഗ്വേജ് പ്രോബ്ലം പോലെ നമുക്ക് മുന്നിൽ നിന്നിരുന്ന ഒരു സംഭവമാണിത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇന്ത്യ എന്ന് പറയുന്നത് പല സംസ്ഥാനങ്ങളിലും പല ഡയലക്ട്സിലും സംസാരിക്കുന്ന ഭാഷകളുണ്ട്.
1000 ഭാഷകളുള്ള ഒരു രാജ്യത്ത് ഏതെങ്കിലും ഒരു ലാംഗ്വേജിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് തന്നെ ഒരു എന്താ പറയുക, ഒരു പ്രശ്നങ്ങൾക്ക് കാരണമാകും. പക്ഷെ ആ ഒരു സമയം എല്ലാവരും തീരുമാനിച്ചിരുന്നത് ഹിന്ദി, അതായത് ഹിന്ദി ഇൻ ദേവനാഗരി സ്ക്രിപ്റ്റ്, അതിന് ഒരു അതോറിറ്റി കൊടുക്കാമെന്ന് തന്നെയാണ്. കാരണം ഇന്ത്യ എടുത്ത് നോക്കുമ്പോഴും ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളിൽ സംസാരിക്കുന്ന ഒരു ഭാഷ എന്ന് പറയുന്നതും ഹിന്ദിയാണ്. ഇവിടെയാണെങ്കിൽ പോലും സ്കൂൾ കാലം തൊട്ട് തന്നെ നമ്മൾ പഠിക്കുന്ന, നമ്മുടെ മദർ ടങ്ങിൻ്റെ കൂടെ തന്നെ നമ്മൾ പഠിച്ചു പോകുന്ന 2 ഭാഷകളാണ് ഇംഗ്ലീഷും ഹിന്ദിയും. അപ്പോൾ ഹിന്ദിക്ക് അങ്ങനെ ഒരു ഇമ്പോർട്ടൻസ് ഉള്ളത് കൊണ്ട് തന്നെ മെജോറിറ്റി ആൾക്കാർ ഹിന്ദി എന്നൊരു ലാംഗ്വേജ് പഠിക്കുകയും അറിയുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ ഹിന്ദി ഒരു അതോറിറ്റി ലാംഗ്വേജ്, നാഷണൽ ലാംഗ്വേജ് അല്ല. ഇന്ത്യക്ക് ഒരിക്കലും നാഷണൽ ലാംഗ്വേജ് ഇല്ല, ഒഫീഷ്യൽ ലാംഗ്വേജസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനത്തെ രീതിയിലൊരു അതോറിറ്റി ലാംഗ്വേജ് ആയിട്ട് ഹിന്ദി കൊണ്ടുവരാമെന്ന് പറഞ്ഞു. പക്ഷെ ആ ഒരു സമയം സ്വാഭാവികമായിട്ടും കുറേ എതിർ അഭിപ്രായങ്ങൾ വന്നു. കാരണം അത് മെയിനായിട്ട് വന്നത് നാഗാലാൻഡ്, മേഘാലയ, അരുണാചൽ പ്രദേശ് പോലത്തുള്ള സ്റ്റേറ്റിൽ നിന്നാണ്. കാരണം അവിടെയൊന്നും ഹിന്ദി അത്രയ്ക്ക് പോപ്പുലർ അല്ല. അവിടെ കൂടുതലും ബ്രിട്ടീഷ് ഇന്ത്യ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരേപോലെ, അല്ലെങ്കിൽ മെജോറിറ്റി ആൾക്കാർക്കും അറിയാവുന്ന ഒരു ഭാഷ, അവരുടെ വെർണാക്കുലർ ലാംഗ്വേജിനെക്കാട്ടിലും അവർക്ക് അറിയാവുന്നിരുന്ന ഭാഷ ഇംഗ്ലീഷായിരുന്നു. കമ്പാരിറ്റീവ്ലി ഹിന്ദിക്ക് പോലും ആ സമയത്ത് അത്രയും ഒരു സ്റ്റാറ്റസ് ഇല്ലായിരുന്നത് കൊണ്ട് തന്നെ പല സ്റ്റേറ്റ്സും ഇതിനെതിരെ പറയുകയുണ്ടായി. അങ്ങനെയാണ് ഇംഗ്ലീഷ്, ബ്രിട്ടീഷ് കൊളോണിയലിസം അവിടെ അവസാനിച്ച് ബ്രിട്ടീഷുകാർ തിരിച്ചു പോയെങ്കിൽ പോലും ഇംഗ്ലീഷ് ഇവിടെ തന്നെ നിന്ന് പോകാനുള്ളൊരു കാരണം അതാണ്. അവസാനം എടുത്തൊരു തീരുമാനമെന്ന് പറയുന്നത് ഹിന്ദി തന്നെയായിരിക്കും ഒരു അതോറിറ്റി ലാംഗ്വേജ് എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഒഫീഷ്യൽ ലാംഗ്വേജസ് ഉണ്ട്. ഹിന്ദിക്കാണ് ആ ഒരു അതോറിറ്റി ലാംഗ്വേജ് എന്നുള്ള സ്റ്റാറ്റസ് ഉള്ളത്. പക്ഷേ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് കറസ്പോണ്ടൻസ് പേർപ്പസിന് ഉപയോഗിക്കപ്പെടാം, അല്ലെങ്കിൽ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു രീതിയിൽ കറസ്പോണ്ടൻസിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇംഗ്ലീഷ് ആക്ച്വലി ഇന്ത്യൻ ലാംഗ്വേജസിൻ്റെ ഒരു ഭാഗമായി തന്നെ മാറി. അതുകൊണ്ടാണ് ഇൻഡിപെൻഡൻസിന് ശേഷവും കൊളോണിയലിസം എല്ലാം തന്നെ അവസാനിച്ചെങ്കിൽ പോലും ഇംഗ്ലീഷിന് ഇപ്പോഴും ഈ ഒരു നിമിഷവും ആ ഒരു സ്റ്റാറ്റസ് അവിടെ നിലനിർത്തി പോകാൻ സാധിക്കുന്നത് ഈ ഒരു കാരണം കൊണ്ടാണ്. അതൊരു യൂണിവേഴ്സൽ ലാംഗ്വേജ് ആണ്. മാത്രമല്ല ആ ഒരു കൊളോണിയലിസത്തിൻ്റെ എഫക്റ്റ് കൊണ്ട് തന്നെ ഇംഗ്ലീഷ് എല്ലാവർക്കും ഒരു ഹാബിറ്റായി തന്നെ മാറി, നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഫാക്ടറായിട്ട് മാറി. അതുകൊണ്ടാണ് ഇംഗ്ലീഷ് ഇപ്പോഴും ഇവിടെ നിലനിന്ന് പോകുന്നത്. ഇതാണ് ഇൻഡിപെൻഡൻസ് ശേഷമുള്ള ഇന്ത്യയിലെ ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ സ്റ്റാറ്റസ്. So this is a brief analysis of that topic. If this was understandable, do like the video and share your opinion as well. I'll see you in the next video. Till then, take care. Thank you.